പണ്ട് നമ്മൾ കല്യാണ വീടുകളിലും മരണ വീടുകളിലൊക്കെ ഈ പുകയില മുറുക്കാൻ അറിയാലോ, മുറുക്കാൻ, അതുപോലെ ബീഡി, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ കസേരയിലെ പ്ലേറ്റ് വെച്ചിട്ട് അത് പൊട്ടിച്ചിട്ട്, അത് 90 കിഡ്സിനറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് കാണാൻ ചാൻസ് ഇല്ല, കാരണം അതില്ല, അത് അന്യം നിന്ന് പോയി. ആ സംഭവം, ആ ഒരു പരിഷ്കാരം ഇപ്പം എങ്ങും ഇല്ല. അത് മുതിർന്നവർ, പ്രത്യേകിച്ച് കുട്ടികൾ അതിൻ്റെ പരിസരത്തേക്ക് പോകാൻ പാടില്ല, ശാസനയാണ്. എന്താ ഇങ്ങനെ ചോദിക്കും, എന്താടാ അവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിക്കും. നമ്മളൊക്കെ ഈ വെറ്റില മുറിച്ചിട്ട് തിന്നാനായിട്ടേ അതിനടുത്ത് നൈസായിട്ട് പോകുമ്പോൾ വിളിക്കും, എന്താടാ എന്താ എന്താ വേണ്ടത് ചോദിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു നിഷ്കളങ്കതയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു അങ്ങനെയുള്ള ഒരു പരിഷ്കാരങ്ങളൊക്കെ ഇല്ലേ, അന്യം നിന്ന് പോയി. പകരം ഇന്ന് 10-12 വയസ്സുള്ള കുട്ടികൾ മുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത് മാരകമായ, എന്താ പറയുക, ലഹരി വസ്തുക്കളാണ്. നമുക്കറിയാവുന്ന, ഇത് ഞാൻ പറഞ്ഞത് അനുഭവസ്ഥർക്ക് മനസ്സിലാവും. നമ്മൾ അന്നത്തെ കല്യാണ വീടുകളിലും ഈ മരണ വീടുകളിലൊക്കെ ഇത്തരം സാധനങ്ങളും, പിന്നെ ആ കാലഘട്ടത്തിൽ തലമുറയിലും അന്നും ഈ പറയുന്നത് പോലുള്ള കഞ്ചാവ് പോലുള്ള സാധനങ്ങളൊക്കെ അന്നുണ്ടെങ്കിലും അതൊന്നും അന്നത്തെ തലമുറയിൽ അങ്ങനെ സുലഭമായിട്ട് കിട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോവുകയോ അല്ലെങ്കിൽ അത്രമാത്രം ആളുകൾ അത് അടിച്ചു നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അന്നത്തെ തലമുറയെ വേറെയാണ്. കാരണം അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല ശരിക്കും ശരീരം അറിഞ്ഞ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരായിരുന്നു. അന്നത്തെ ജോലികളും അങ്ങനത്തേതായിരുന്നു. മനസ്സിലായോ? പറമ്പ് കിളക്കുക, പിന്നെ മറ്റേ ഈ പറയുന്ന പോലുള്ള ഓരോ കാര്യങ്ങൾ അറിയാലോ. നമുക്കറിയാലോ അന്നത്തെ തൊഴിലുകൾ, ഇന്നത്തെ പോലത്തെ ഹൈടെക് തൊഴിലുകളോ അല്ലെങ്കിൽ മെഷീനറിയോ ഒന്നുമില്ല. അന്ന് എല്ലാ ജോലികൾക്കും ശരീരം ഇണങ്ങി തന്നെ കഷ്ടപ്പെടണം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അന്ന് അവർക്ക് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടായിരുന്നു, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവർ പിന്നെ ഏതൊക്കെ തരം ലഹരി വസ്തുക്കളിനെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും അവർ അഡിക്റ്റ് ആകില്ല, കാരണം അവരുടെ ശരീരത്തിന് അത്രയും കപ്പാസിറ്റി ഉണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ട്. അപ്പം എങ്കിലും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ലഹരി വസ്തുക്കളുടെ കാര്യമാണ് ഈ പറയുന്നത്. അന്നത്തെ ലഹരി വസ്തുക്കളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ മുറുക്കാൻ, മൂക്കിപ്പൊടി, ബീഡി, ഈ തമ്മിൽ ഭേദം തുമ്മനെന്ന് പറയുന്നത് പോലെ ഇന്നത്തെ മാരകമായ ലഹരി വസ്തുക്കളെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ അതായിരുന്നു ഭേദം. കാരണം ഇതുവരെ മൂക്കിപ്പൊടി വലിച്ചിട്ട് ആരെയും വെട്ടിയായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ. മൂക്കിപ്പൊടി വലിച്ചിട്ട് ആരെയും വെട്ടിയിട്ടോ കൊന്നതായിട്ടോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മുറുക്കാൻ ചോദിച്ചും പോയി പീഡിപ്പിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ കേട്ടിരിക്കുന്നത് മുഴുവൻ ഇന്നത്തെ തലമുറയിൽ MDMA പോലുള്ള, കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ അടിച്ച് അതിന് അഡിക്റ്റായിട്ട് അപ്പനെ തല്ലിക്കൊല്ലുക, അമ്മയെ കുത്തിക്കൊല്ലുക, മനസ്സിലായോ, ഇങ്ങനെയുള്ള പ്രവണതകളാണ്. ഞാൻ ഓർക്കുവാണ് എന്തൊരു നിഷ്കളങ്കമായ ഒരു കാലമാണ് നഷ്ടപ്പെട്ടു പോയതല്ലേ. അന്നത്തെ ആ മുറുക്കാനും ബീഡിയും മൂക്കിപ്പൊടിയൊക്കെ തന്നെ മതിയായിരുന്നു ഇന്നും. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ പകുതിയോളം ക്രൈം കുറഞ്ഞ് ഒരുപക്ഷെ ഒരു നിഷ്കളങ്കമായ ഒരു കാലഘട്ടം നമുക്ക് തിരിച്ചു കിട്ടിയേനെ.